ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ, വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഷാഡോ, അവയർനെസ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഹോപ്പ്, ട്രൂത്ത് ആണ്. ഓക്കെ, നമുക്ക് ടാരോട്ട് കാർഡ്സും കൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എടുത്തേക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ദ ഫൂൾ കാർഡാണ്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, സെവൻ ഓഫ് പെന്റക്കിൾ, ടു ഓഫ് പെന്റക്കിൾ, ദ ഹാങ്ഡ് മാൻ, ഫോർ ഓഫ് പെന്റക്കിൾ, വൺ കാർഡും കൂടെ. ഓക്കെ, ദ ഹെയറോഫന്റ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സെവൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ കാർഡ്സ് വന്നിട്ടുള്ളത് അവയർനെസ് വന്നിട്ടുണ്ട്, ഷാഡോ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടാകുക. ഓക്കെ, ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, അവർക്കൊരു ബോധം വന്നിട്ടുണ്ട്, അവയർനെസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ദ ഹെയറോപ്പൻ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ കാർഡ്സ് എല്ലാം തന്നെ മീൻ ചെയ്യുന്നത് ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീയൂണിയൻ ആണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടാകുക തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, അവരുടെ എന്തെങ്കിലും അവസ്ഥകളായിരിക്കാം നിങ്ങളെ തമ്മിൽ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ടാക്കുക. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലേക്കും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കും ഒക്കെ പോയിട്ടുണ്ടാക്കുക. ഓക്കെ, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എല്ലാം എൻഡ് ആകാൻ പോകുകയാണ്. ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം കാർഡ്സും പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പേഴ്സന്റെ ഈ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫൈറ്റിംഗ് ആയിരിക്കാം. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ബോധം വന്നിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി വന്നിട്ടുള്ളത് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി വന്നതിന്റെ ശേഷം എന്തൊക്കെ നഷ്ടമാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ബോധം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധം അവർക്ക് വന്നതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു അവയർനെസ് അവർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 10 ഓഫ് കപ്സ് വന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും അവർ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ തന്നെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഷാഡോ വന്നിട്ടുണ്ട്, അതായത് ഷാഡോ കാർഡ് മീൻ ചെയ്യുന്നത് ഡെവിൾ കാർഡാണ്. ഓക്കെ, അതായത് ഒരു ഡെവിൾ എനർജിയിൽ, നെഗറ്റീവ് എനർജിയിൽ ഇപ്പോഴും സ്റ്റെക്ക് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നോ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്നോ ഒന്നും അവർക്ക് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയിൽ നിന്നും അവരെപ്പോൾ മാറുന്നോ ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ നടക്കുന്നതാണ്. ഇത് ട്രൂത്ത് ആണ്, ഇത് വിശ്വസിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഹാർമണി ലവേഴ്സ് കാർഡാണ്. വെയിറ്റിംഗ് ഗെയിം, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം, അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാകാം. ഇതിന്റെ റീസൺ ചിലത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ ഇട്ടിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പെട്ടെന്ന് നിങ്ങളോട് ഒന്നും പറയാതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. എന്താണ് റീസൺ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്, അത് അവർ പറയാനും തയ്യാറല്ല. ഓക്കെ, ഇത് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ചു വരുമോ, ഒരു റീയൂണിയൻ നടക്കുമോ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരൊന്നും തന്നെ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം. പക്ഷെ ഇതും കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യവുമില്ല. കാരണം ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നെഗറ്റീവ് വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. സോ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ മാറാതെ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ നടക്കുന്നതല്ല. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവർക്ക് മാറും. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളടുത്ത് ഈ പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഈ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ എന്ന് പറയുന്നത്. അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഒരു എന്താ പറയാ, 1% പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പേഴ്സൺ തിരിച്ചു വരുമെന്നുള്ളത്. ഒന്നും നിങ്ങൾക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ എനർജി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ആ എനർജിയിൽ അവർ കൂടുതലായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ തേർഡ് പാർട്ടിയിൽ നിന്നും, ഈ തേർഡ് പാർട്ടി എന്താണെങ്കിലും അവരുടെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്ന സമയത്ത്, റിമൂവ് ആയിട്ട് പോകുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേർന്നതാണ്. തേർഡ് പാർട്ടി എപ്പോൾ പോകുന്നു, തേർഡ് പാർട്ടി എപ്പോൾ റിമൂവ് ആകുന്നു, അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് എപ്പോൾ മാറുന്നു, ആ ഒരു സമയത്ത് ഒരു ഡിലേ ഇല്ലാതെ തന്നെ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പോഴത്തെ അവരുടെ കറന്റ് എനർജിയിൽ അവർ വളരെ ഡിപ്രസ്ഡ് ആണ്, മാനസികമായിട്ടൊക്കെ വളരെ തളർന്നിരിക്കുന്ന ഒരു എനർജിയാണ് അവർക്ക്. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്.
നിങ്ങളെ വേദനിക്കുന്നതും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഈ ഒരു എനർജി കാരണമാണ്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ് അവരുടെ ലൈഫിൽ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്. നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. ദ ഫൂൾ കാർഡ് മീൻ ചെയ്യുന്നത് ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു പഴയ സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ പുതിയതായിട്ട്, ഇവിടെ ഫൂൾ കാർഡിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. എന്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ടുള്ള കിങ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു കപ്പ് എനർജിയിലേക്ക്, ഈ ഒരു ലവ് എനർജിയിലേക്ക് അവർ വരുന്നതാണ്. ഓക്കെ, ഇത് ഫൈനലി വന്നിട്ടുണ്ടായിരുന്ന കാർഡ് ഇത് ഹാരോപ്പൻ കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മാരേജിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ തേർഡ് പാർട്ടിയെല്ലാം റിമൂവ് ആയി കഴിയുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ എന്താ പറയാ, ഈ ഒരു ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ സംതിങ് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് മാരേജിലേക്കോ അല്ലെങ്കിൽ എൻഗേജ്മെന്റിലേക്കോ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എതിർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിന് ഒരു മാറ്റം വരുന്നതാണ്. ഫൈനലി നിങ്ങൾ എത്തുന്നതാണ് ഒരു മാരേജിലേക്ക്, ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടാതിരിക്കുക, അതായത് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത് ഇത് നടക്കുമോ അല്ലെങ്കിൽ നടക്കില്ലേ, അവർ വരുമോ, അവർ മൂവ് ഓൺ ആയി പോയോ, പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ കറങ്ങിക്കളിക്കുന്നുണ്ടാകും. ആ തോട്ട്സിനെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. സിറ്റുവേഷൻസിനെ നിങ്ങൾ തന്നെ കണ്ടറിയാം. ഇതാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല. എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്, എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. പക്ഷെ അവർക്ക് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റോങ് ആണ് എന്നുള്ള ഒരു ബോധം അവർക്ക് യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമായിരിക്കാം. തേർഡ് പാർട്ടി വളരെ റോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് റൈറ്റ്, നിങ്ങളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരുള്ളൂ ലൈഫിലേക്ക് എന്നുള്ളത് ഈ പേഴ്സണ് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇനി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് അവര് മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രതീക്ഷ കൈവിടാതിരിക്കുക. എന്താ പറയാ, നിങ്ങൾ വിശ്വസിക്കുക, ഇത് ട്രൂത്ത് ആണെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.